ഇന്ന് വളരെയേറെ പ്രതീക്ഷയോടുകൂടി കാണാൻ പോയ ഒരു സിനിമയാണ് അനന്തൻ കാട്. പക്ഷേ പ്രതീക്ഷ തെറ്റിയില്ല. പടം ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സിനിമയ്ക്ക് കാശ് കൊടുത്താൽ എൻ്റർടൈൻഡ് ആയിരിക്കണം, 4 ഫൈറ്റ് വേണം, അതുപോലെ എനിക്ക് നല്ല മുഹൂർത്തങ്ങൾ വേണം, നല്ല ഡയലോഗ് വേണം, നല്ല ഫോട്ടോഗ്രാഫി ആയിരിക്കണം, നല്ല പശ്ചാത്തല സംഗീതം വേണം. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു സിനിമേനെ വിലയിരുത്തുക. അല്ലാണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് അവാർഡ് പടം പോലെയുള്ള പടങ്ങൾ ഇഷ്ടമാവും. അപ്പോൾ ഈ പടം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ടേസ്റ്റാണ്, ഈ പറയുന്ന ടേസ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ ദൃശ്യത്രിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവർക്ക് അങ്ങനെയുള്ള പാറ്റേണിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള പാറ്റേണിൽ കൊടുത്ത കാശ് മുതലാവണം, അതാണ് എനിക്കിഷ്ടം. ഈ പടത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പടം അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുമല്ല, മുരളി ഗോപിയുടെ അമേസിങ് ഡയലോഗാണ്. കുറുക്കി കൊള്ളുന്ന ഡയലോഗ്, കാച്ചി കുറുകിയ ഡയലോഗ് എന്ന് പറയില്ലേ, ആവശ്യമില്ലാത്ത ഒരു ഡയലോഗ് പോലും അതിലില്ല. അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത്. മുരളി ഗോപിന് അതിൻ്റെ കഥ തിരക്കഥയൊക്കെ എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ ആര്യയുടെ ഭയങ്കര പെർഫോമൻസാണ്. ഫൈറ്റ് അസാധ്യ ഫൈറ്റാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഇതിൽ ഏറ്റവും ടോപ്പായി അഭിനയിച്ചുകൊണ്ട് ഇന്ദ്രൻസാണ്. ഇന്ദ്രൻസിന് നമുക്ക് മറക്കാൻ പറ്റില്ല. വിജയരാഘവന് ഇതേ റോളുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ഈ ക്രൂരനായുള്ള ഒരു മുഖ്യമന്ത്രി, അതും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും നമുക്ക് തന്നെ ചെന്നിട്ട് മുഖ്യമന്ത്രിനെ ഈ കഥാപാത്രത്തിനോട് നമുക്ക് അത്രയധികം ദേഷ്യം വരും. അപ്പോൾ ആ കഥാപാത്രം അത്രയും വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ബിഗ് ബോസ് ശരത്ത് നല്ല റോളാണ് കിട്ടി പോകുന്നത്. പിന്നെ അതിൽ ഏറ്റവും നന്നായി അഭിനയിച്ച വേറൊരു നടനാണ് ഇതിൻ്റെ കഥ എഴുതിയ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ ആക്ടിങ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആക്ടിങ്ങാണ്. നമ്മൾ ദൃശ്യം 3 ആകെ എടുത്തു വരാമെന്ന് നമ്മുടെ മുരളിയുടെ ആക്ടിങ് മാത്രമേ ഉള്ളൂ. വേറെ ചുക്കും ചുണ്ണാമ്പയില്ല. അതേപോലെ തന്നെ നല്ല കഥാപാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തെലുങ്കിൽ കുറച്ച് വില്ലന്മാർ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും വിലയുള്ള വില്ലന്മാരെന്ന് പറയില്ലേ, അമ്മാതിരിയുള്ള വില്ലന്മാരാ. നമ്മൾക്ക് പേരൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല. എന്നിരുന്നാലും മലയാളത്തിൽ നിന്ന് വില്ലന്മാരെടുക്കണേലും ഭേദം തെലുങ്കിൽ നിന്ന് ഇതുപോലെയുള്ള വില്ലന്മാരെ കൊണ്ടുവരിക. അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് സിനിമ തുടങ്ങിയതും കഴിഞ്ഞതും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അന്യായ ഫൈറ്റാണ്. അതുപോലെ തന്നെ സൂപ്പർ ക്യാമറയാണ്. പടം തുടങ്ങിയതും ഇൻ്റർവെല്ലായപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, പിന്നെ പടം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ വെറുതെ ഇടികൂടല്ല, നല്ല മുഹൂർത്തങ്ങൾ, സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സെൻറ്റിമെൻറ്റ്സിന്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട വേറെ അധികം സീൻസൊന്നും ഇല്ലെങ്കിലും ശ്രീലത നമ്പൂതിരി ഉള്ള സീൻസ് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് പോലും വിഷമം തോന്നുന്ന ഒരു കഥാപാത്രം ആയിട്ടാണ് അത് വന്നു നോക്കുന്നത്. കൊടുത്ത കാശ് മുതലാവും, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അനന്തൻ കാട് OTTയിൽ പോയി കാണരുത് നിങ്ങൾ. അതുപോലെ തന്നെ സാറ്റലൈറ്റ് വന്നാലും കാണരുത്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കാണണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖമാണ് പടം കാണാനായിട്ട്. ഇനിയിപ്പോൾ ഈ പടത്തിനെ കുറിച്ച് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഈ ദൃശ്യം 3 പോലത്തുള്ള പടങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്ന് വിചാരിച്ച് എന്നെ തെറി വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ കൊടുത്ത കാശ് മുതലായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് പോയി കാണാം, കുടുംബങ്ങൾക്ക് പോയി കാണാൻ പറ്റിയ പടമാണ്. പിന്നെ ഇതിൽ വലിയ അപാര കോമഡികളും കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച് പോകരുത്. ഇത് നല്ലൊരു മൂഡുള്ള, നല്ലൊരു വൈബുള്ള, നല്ല അസൽ ഡയലോഗ്സ് ഉള്ള, കുറേ നല്ല ലൊക്കേഷൻസ് ഉള്ള, ക്യാമറ കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്കൊരു പിടുത്തമില്ല. അത്രയധികം ടേക്കിൻസ് പോകുന്ന നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇനി ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. കാണാത്തവരോട് പറയുക ഈ പടം നല്ലതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.